ഹലോ നമസ്കാരം. അപ്പം നമ്മളിന്ന് കാണാൻ പോണത് ഞാനൊരു ബോഡി കെയർ ചലഞ്ച് ചെയ്തിരുന്നു 3 ദിവസം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ പുറത്തിരുന്നാൽ ചെയ്യണേ പല തരത്തിലുള്ള ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡേ 1 ആണ് കേട്ടോ. ഡേ 1 ചെയ്തിട്ട് കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ 2 ആണ് ചെയ്തത്. അപ്പോൾ അന്ന് ഭയങ്കര മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു യെല്ലോ കളർ മാതിരി ലൈറ്റ് സൂര്യൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡേ 3 ആയപ്പോൾ ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയത് ബോഡിയിൽ ഫുള്ള് ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം കൈയുമ്മയും കാലുമ്മയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് അതുപോലെ സ്കിന്നിൽ ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആയ മാതിരി ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നമുക്ക് ബോഡിയിലും കൂടി ചെയ്തുകൂടാന്ന് ആലോചിച്ചിട്ട് ഞാൻ ബോഡിയിലും കൂടി ബാത്ത് പൗഡറിന് പകരം ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 3 ദിവസത്തെ സൂപ്പർബ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു 2-3 കാര്യങ്ങൾ മതി. അതേപോലെ തന്നെ നമുക്കിത് ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി നഖങ്ങളൊക്കെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആവുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3 തവണ ഇത് ചെയ്താൽ മതിയാവും കേട്ടോ. വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ബോഡി ബ്രൈറ്റനിങ് അതുപോലെ പാടുകളൊക്കെ മാറാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡേ 1 ഡേ 2 ഡേ 3 കാണാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലില്ലേ, നമ്മൾ കറിയിലിടുന്ന വേപ്പില, അതാണ് നമുക്ക് കറി ലീഫ്, അതാണ് നമുക്ക് വേണ്ട. അപ്പം ഞാൻ കുറച്ചധികം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പൗഡർ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും ചിലർ. പക്ഷേ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തപ്പോഴാണ് നല്ല റിസൾട്ട് തോന്നിയത്. ഞാൻ മുൻപ് ഇതിൻ്റെ ഒരു പെഡിക്യൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ നമുക്ക് ആദ്യ യൂസിൽ അടിപൊളി റിസൾട്ടാണെന്ന് കുറേ പേര് പറയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ 3 ഡേയ്സ് സ്കിൻ കെയർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ചെയ്തത്. അപ്പം ഞാനിതുപോലെ കറിവേപ്പില നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഏകദേശം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 6 ദിവസം ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ ആ മിക്സ് അരച്ചെടുത്തിട്ട് ഞാൻ കൈമയും കാലുമയും മാത്രം തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 6 ദിവസത്തേക്ക് എടുത്തപ്പോൾ പക്ഷെ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തോന്നിയത് ബോഡിയിലും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 ദിവസം എന്നുള്ളത് 3 ദിവസം തന്നെയാണ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ബോഡിയിലേക്കും കൂടി എടുത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് വീക്കിലി 3 ഡേയ്സ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 2-3 സ്പൂൺ വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തു, അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഉലുവാപ്പൊടി ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ എനിക്ക് ബോഡിയിലേക്ക് മഞ്ഞൾ കുഴപ്പമില്ല, ഞാൻ ഇത് മുഖത്തിട്ടിട്ടില്ല കേട്ടോ. കാരണം മഞ്ഞളുള്ളതുകൊണ്ട് കഴുത്തിൽ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണോളം മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. കാരണം ഇതൊരു അരപ്പാത്രം നിറയെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ബ്രൈറ്റനിങ്ങിനും ബോഡിയിലെ പാടുകൾ മാറാനും നല്ല സ്മൂത്ത് ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്കിത് മിക്സ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പറയാം. നന്നായിട്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുത്തു. അപ്പോൾ നല്ലൊരു നമുക്കിങ്ങനെ പേസ്റ്റ് മാതിരി നമുക്ക് കിട്ടി. അപ്പോൾ ഞാനിത് അരച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയാണ് ഉണ്ടായിരുന്നത്, ഈ ഒരു പാത്രത്തിൽ അരപ്പാത്രം. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഉലുവയുള്ളത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇരിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാൻ ചെയ്യണേൻ്റെ അന്നത്തെ എൻ്റെ ആ ഒരു റിസൾട്ട് എൻ്റെ ഒരു ബോഡി ഇങ്ങനെയായിരുന്നു. എനിക്കങ്ങനെ വല്ലാതെ കരിവാളിപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ചെയ്യണം തോന്നി. കുറേ പേര് പറയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചലഞ്ച് മാതിരി ചെയ്യുമ്പോൾ നമുക്കത് ആൾക്കാർക്ക് മനസ്സിലാവും കൂടി ചെയ്യുമല്ലോ, കാണുന്നവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഇതൊരു വെളുപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്താൽ അത് ഏറ്റുപിടിച്ച് വേറെ വീഡിയോ ചെയ്യാൻ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് പറയാണ് ഇതൊരു വെളുപ്പിക്കൽ വീഡിയോ അല്ല. ഇത് ഞാൻ 3 ദിവസം ചെയ്തിട്ടുള്ള നമ്മുടെ ടാൻ മാറുക, അതുപോലെ നമ്മുടെ ടാൻ മാറുന്നതിലൂടെ ചിലപ്പോൾ നമുക്ക് ബ്രൈറ്റനിങ് കിട്ടുമായിരിക്കും. കാരണം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് വീഡിയോ ഇടും. അതുകൊണ്ട് തന്നെ കിട്ടുമായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയണുള്ളൂ കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നതിനെ വളച്ചൊടിച്ച് വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ ചെയ്യുക, നമ്മുടെ റിസൾട്ട് കാണുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അതാണ് അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. കാരണം അത് വാക്കുകൾ വളച്ചൊടിക്കും, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അപ്പോൾ ഇത് വന്നിട്ട് 3 ദിവസം കറക്റ്റായിട്ട് ചെയ്തതാണ്. 3-ാമത്തെ ദിവസം എനിക്ക് വലിയൊരു ഫോൾട്ട് പറ്റി. എന്താ വെച്ചാൽ എൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് മാറിയിട്ട് ക്യാമറയുടെ ആ ഒരു നമുക്ക് യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു
ഒരു ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉണ്ടല്ലോ, അത് സെറ്റിങ്സ് മാറിയിട്ട് ചെറിയ ലെങ്ത്തും വിഡ്ത്തുമായി. അപ്പോൾ അതുകൊണ്ട് അവസാനം കാണാൻ പറ്റും. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, ക്യാമറയിൽ ബ്ലറിങ് വന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ക്യാമറയിൽ വെള്ളം കയറിയിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്നിട്ട് ഇപ്പോൾ ഞാൻ ക്യാമറ പുതിയത് മേടിക്കാം എന്നുള്ള പരിപാടിക്ക് ക്യാമറയ്ക്ക് എന്തോ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ കൈമീൻ കാലുമീൻ നമ്മൾ അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചു. അതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തിരുന്ന് തന്നെയാണ് ചെയ്യണേ. ആദ്യത്തെ ദിവസം നോർമൽ നമുക്ക് ഡേ ലൈറ്റ് കിട്ടിയിരുന്നു കേട്ടോ, നമുക്ക് നല്ല കാണാൻ പറ്റും. ഏകദേശം ഒരു ഈവനിങ് ടൈമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നല്ല ബ്രൈറ്റനിങ് കാണാൻ പറ്റി. അത് എടുത്ത് പറയുകയാണ് ആ ഒരു സമയത്ത് കേട്ടോ. നമ്മളിത് കഴുകുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റനിങ് നമുക്ക് കാലുമേയും അതുപോലെ കൈമയൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇത് ബോഡിയിലും കൂടി ചെയ്തുകൂടാ, എന്തായാലും കൈയും കാലും നമ്മൾ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ ഇത് ബോഡിയിലും കൂടി ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കുളിക്കുമ്പോൾ വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ബാത്ത് പൗഡർ പോലെ ഇത് തേച്ച് കുളിച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. എണ്ണ തേക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം. എണ്ണ തേച്ചിട്ട് പിന്നെ നമ്മളിത് തേച്ച് അങ്ങോട്ട് കുളിക്കേണ്ടായത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം വെച്ചാൽ ഞാൻ 3 ദിവസം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനത്തെ ദിവസം അതെങ്ങനെ സെറ്റിങ്സ് മാറിയെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു 2-3 മേക്കപ്പും സ്കിൻ കെയർ വീഡിയോസ് മേക്കപ്പ് വീഡിയോസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലത്തെ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ലൈറ്റില്ല, നമ്മുടെ വീടിൻ്റെ മുകളിൽ വേറെ ലൈറ്റ് വെച്ചിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് കുറച്ചൊരു നമുക്ക് സെറ്റിങ്സ് മാറ്റണമായിരുന്നു പുറത്തത്തെ വെച്ചിട്ട്. അപ്പം അങ്ങനെ മാറ്റിയപ്പോൾ അറിയാതെ നമ്മുടെ ലെങ്ത്തും വിഡ്ത്തിൻ്റെ ആ ഒരു ഇതും കൂടി മാറിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 1 റിസൾട്ട്. അപ്പോൾ ഡേ 1 നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡേ 2 നോക്കിയാൽ അറിയാം ആ റിസൾട്ട് പോയിട്ടുണ്ട്. അതായത് കിട്ടിയ റിസൾട്ട് പോവാ മീൻസ് കൈയും കാലൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് നല്ല സ്മൂത്തായി, നഖങ്ങളൊക്കെ നല്ല രീതിക്ക് ഇതായി. പിന്നെ അന്നാണ് നമ്മുടെ ഡേ 2 നമുക്ക് ആ മഴയുടെ ഒക്കെ സമയത്തായിരുന്നു, മഴ കുറച്ച് ഒന്നും അടുപ്പിച്ച് പെയ്തില്ല, ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് സൂര്യൻ്റെ പ്രകാശം അധികം ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ഒരു മഞ്ഞപ്പ് ഫുള്ളൊരു കാല് പിടിച്ചിട്ടിരുന്നായിരുന്നു, കണ്ടറിയാം. പക്ഷെ കാല് നമുക്ക് മുന്നേ കിട്ടിയ ഒരു കളറ് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഒരു കാര്യം, അതും നാച്ചുറലായിട്ടൊരു കാര്യം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് കാണുന്നത് പോവും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡേ 2 ചെയ്തു. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എന്തായാലും 3 ദിവസം അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ തികയൊന്നുമില്ല, 6 ദിവസം എന്ന് വിചാരിച്ചിട്ട് സാധനം തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കഴിയുന്നത്ര ചെയ്തിട്ട് വീഡിയോ ഇടാന്ന്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തു കൈമയും കാലുമയും. ഒപ്പം ഞാൻ കുളിക്കുമ്പോൾ അത് ബോഡിയിലും കൂടി തേച്ച് കുളിക്കുകയും ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കൈമയും കാലുമയും തേച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പാടാ, നമ്മളിങ്ങനെ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ കരിവേപ്പില ഭയങ്കര നല്ലതാട്ടാ നമ്മുടെ ബോഡിയിലെ പാടുകൾ മാറാൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലത്തെ ആ ഒരു ടാൻ മാറാൻ. ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഒരു പെഡിക്യൂർ. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മുടെ വിരലുകൾ അടക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും ഒന്നും വേണ്ട കേട്ടോ. ശരിക്കും അങ്ങനെ തോന്നി എനിക്ക്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. നന്നായിട്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഡേ 2 കഴിഞ്ഞിട്ട് ഡേ 3 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. അപ്പം ഞാനിവിടെ നമ്മുടെ പുറത്തിരുന്നിട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് കുറവായിരുന്നു, സൂര്യൻ്റെ പ്രകാശമില്ല. അപ്പോൾ ഞാൻ ആളുകൾ വിചാരിക്കും ഫസ്റ്റ് ഡേ നല്ല വെളിച്ചമായിരുന്നു, പിന്നത്തെ ഡേ നമ്മൾ ലൈറ്റ് കുറച്ചു അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കമൻറ്റ് വരും. അപ്പോൾ ഞാൻ ദൈവമേ ഇനി സ്ഥലം മാറ്റി കഴിഞ്ഞാൽ പറയില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യും നിങ്ങൾ ഇവിടെ ഇരുന്ന സ്ഥലത്തല്ല ഇന്നലെ ഇരുന്ന സ്ഥലത്തല്ല ഇന്ന് ചെയ്തത്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, കാരണം ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും വേണ്ടില്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് വന്നാലും നമുക്ക് ഇത് ചെയ്ത് മുഴുവിപ്പിക്കുക, അതാണല്ലോ. അപ്പം നമുക്ക് ശരിക്കും ആ ഒരു 2ാമത്തെ ദിവസം ഇന്നലത്തേക്കാളും കുറച്ചും കൂടി നമ്മുടെ കാലിന് ആ ഒരു ബ്രൈറ്റനിങ് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ബ്രൈറ്റനിങ് മാത്രമല്ല ഞാനിത് ചെയ്തിട്ട് നമ്മുടെ ടിപ്പൂനും ബ്രിട്ടോനും അതുപോലെ ബില്ലുനും സൂസിനെയൊക്കെ കൊണ്ട് പുറത്തേക്ക് അവരുടെ കുത്തിവയ്പ്പ് ഉണ്ടായിരുന്നു. അവർക്ക് റാബിസിൻ്റെ കുത്തിവയ്പ്പ് അതുപോലെ തന്നെ വിറ്റമിൻസിൻ്റെ കുത്തിവയ്പ്പൊക്കെ നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അധികം അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തല്ല, അപ്പോൾ അധികം അങ്ങോട്ട് അറിയില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും കൈയും കാലൊക്കെ നല്ല കളറുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ അധികം കളറൊന്നും ഇല്ല കേട്ടോ, നല്ല പച്ച കളറാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ അധികം ഇട്ടിട്ടില്ല,
ഒരു 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതും എനിക്ക് മഞ്ഞൾ അലർജി ചെയ്തുകൊണ്ട് എങ്ങാനും മുഖത്തെങ്ങാനായിട്ട് കുരു വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ അധികം അങ്ങോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെയും മേത്ത് തേച്ച് കുളിപ്പിക്കാൻ നല്ലതാണ്. കാരണം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ചരങ്ങ് കാര്യങ്ങളൊക്കെ മാറാനും അങ്ങനെ പൊട്ടൽ എന്തെങ്കിലും മുറിവ് പാട് അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഇങ്ങനെ ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ ശരിക്കും കളറ് നല്ല ബ്രൈറ്റനിങ് കേട്ടോ. കൈമ അതുപോലെ ഭയങ്കര ഒരു ഡിഫറൻസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്യണം. ഇത് 3 ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് ഒന്നും കിട്ടില്ല, റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡേ 3 ആയപ്പോഴാണ് നമ്മുടെ ക്യാമറയ്ക്ക് പണി വന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു ബ്ലറിങ് ഉണ്ട്, ഒപ്പം നമ്മുടെ ആ സ്ക്രീൻ ചെറുതായത് കണ്ടോ. അതെനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ പക്ഷേ ഡേ 3 ആയപ്പോൾ നമുക്ക് ഡേ 2വിനേക്കാൾ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ഡള്ളായ പോലെ ഇല്ല. അതായത് തലേദിവസം നമുക്ക് ആദ്യ ദിവസം ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസം അധികം അങ്ങനെ കണ്ടിരുന്നില്ലല്ലോ. പക്ഷേ നമുക്ക് 3ാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മൾ 2 ദിവസം ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കാലുമേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു കാലും മാത്രമല്ല ബോഡി ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 ദിവസം ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ സാധാരണ നമ്മൾ എന്നും ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ കാലുമേയും കൈമേയും തേച്ച് പിടിപ്പിച്ചു. നമ്മൾ നേരെ അത് കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും പാത്രത്തിലത്തെ കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ആൾക്ക് ആ ഒരു പാടുണ്ടല്ലോ അവിടെ. അപ്പോൾ അമ്മയുടെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു കാര്യം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അമ്മ ഇവിടെ നിന്ന് പോണേ മുന്നേ ഞാൻ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്ത് റിസൾട്ട് ഇപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അതായത് മാറിയില്ലെങ്കിൽ ഉണ്ടെങ്കിലും, ഞാൻ എന്തായാലും ആൾ ചെയ്തതിൻ്റെ ആ ഒരു അപ്ഡേഷൻ എന്തായാലും ഞാൻ ചെയ്യുന്നതാട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരുടെയും തേച്ച് പിടിപ്പിക്കുക, സാധാരണ മാതിരി തന്നെ കഴുകിക്കളയാം. അപ്പോൾ 3 ദിവസം ചെയ്തിട്ട് 3ാമത്തെ ദിവസം അവസാനം നമുക്ക് ആ ഒരു ലാസ്റ്റ് റിസൾട്ടും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആ പാത്രത്തിൽ അത്യാവശ്യം കഴിഞ്ഞു. അന്നത്തെ ദിവസത്തേക്ക് ബോഡിയിൽ തേക്കാൻ മാത്രം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ചലഞ്ച് ഇവിടെ വെച്ചിട്ട് 3 ദിവസം കൊണ്ട് നിർത്താമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പോർഷനായിട്ട് ഇട്ടിട്ടുള്ള സെയിം വീഡിയോ തന്നെയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻ ഇങ്ങനെ പകുതി കഷ്ണമാകുമ്പോഴേ ഒരു ഭംഗി കുറവുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത്തിൽ കാണുന്ന ഫുള്ളായിട്ടുള്ള ആ ഒരു ലെങ്ത്തും വിഡ്ത്തിലും കാണുന്നതും അതേപോലെ ഇതുപോലെ സ്ക്വയറായിട്ട് കാണുന്നതൊക്കെ കുറച്ചൊരു നമുക്കൊരു സുഖം ഉണ്ടാവില്ലേ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടേ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇത് തോന്നിയപ്പോൾ ഞാൻ സെയിം വീഡിയോ എടുത്തിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3ാമത്തെ ദിവസം കറക്റ്റ് നല്ല പക്ക റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഞാൻ അങ്ങനെ ഇരുന്ന് പറയണേക്കാൾ നല്ലത് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ടുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാരേജ് ഒക്കെ അടുത്തിരിക്കുകയാണ്, ബോഡിയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണ മതിയാവും. എന്നും ചെയ്യണം എന്നൊന്നുമില്ല. 1 or 2 തവണ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു പോയാൽ നമ്മുടെ ബോഡിയിലത്തെ ടാനൊക്കെ മാറി നമ്മുടെ ബോഡി ഈവൻ ടോണായിട്ട് നമ്മുടെ കുറച്ചും കൂടി നമുക്ക് ബ്രൈറ്റനിങ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല നീറ്റാവും. ഒപ്പം നമ്മുടെ
നഖങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ചിലർക്ക് നഖം ഒരു കറുത്തിട്ടും അതേപോലെ കളറ് ഒരു മഞ്ഞപ്പൊക്കെ ആയിട്ടിരിക്കും, അതൊക്കെ മാറി നമുക്ക് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലിയർ ആവും. അപ്പോൾ ബോഡിയിലും കൂടി ഉപയോഗിക്കാം കേട്ടോ. ഇത് മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് ഫേസിൽ ഉപയോഗിക്കാം. മഞ്ഞൾ അലർജി ഉള്ളവർ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ കൈമയും കാലുമയും നോക്കിയാൽ തന്നെയാണ് അത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 3 ദിവസത്തെ ചലഞ്ച് ആണ്. അത് കുറച്ചൊന്ന് ഫ്ലോപ്പായി പോയി, അവസാനം ക്യാമറ പണി പറ്റിച്ചു. പിന്നെ ക്യാമറ ഇപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ ആയി ക്യാമറ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ലെൻസ് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ അതൊന്ന് ലെൻസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുത്തിരുന്നു സർവീസ് ചെയ്യാനായിട്ട്. പക്ഷേ അത് മാറ്റേണ്ട സമയമായി എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ DIY ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ക്യാമറ മേടിക്കണം എന്നൊക്കെ മോഹമുണ്ട്, നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. 3 ദിവസം ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഒരു സർജറിക്കായിട്ട് ഇരിക്കുകയാണ്, വേറെ ഒന്നല്ല, വായയുടെ ഉള്ളിലാണ് കുറച്ച് പ്രശ്നങ്ങൾ പല്ലും. അത് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫിൽ പറയാൻ എന്താണെന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.